പടച്ചവനെ ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കാസർഗോഡ് നിന്ന് വഴുത കഴിഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വരുമ്പോ വെളുപ്പാങ്കാലം 2 മണി കഴിഞ്ഞു സഹോദരാ, 2 മണി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരു ഹോട്ടലിലേക്ക് കേറുമ്പോ ആ ഹോട്ടലിൽ 2 മണിക്ക് 3 മണിക്ക് ഭക്ഷണം കഴിക്കാറ്. ആ ഹോട്ടലിന്റെ പരിസരത്ത് കൂടിയിരിക്കുന്നത് മുഴുവനും ചെറുപ്പക്കാരാ. 18ഉം 20ഉം വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. പ്രായമുള്ളവരെ ഒരാളെയും കാണാനില്ലടോ. ഞാൻ അവരാരി എന്റെ കൂടെയുണ്ട്. ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദേ, ഈ ചെറിയ മക്കളൊക്കെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നല്ലോ. എന്നോട് പറഞ്ഞു അതൊക്കെ ഒരു ഫാഷനാണെന്ന്, ഇന്നൊക്കെ അതൊരു ഫാഷനാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഉമ്മയും ബാപ്പയും വീടിന്റെ അകത്ത് കടന്നിറങ്ങുമ്പോ മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർക്ക് ലൈസൻസ് ഇല്ലടോ, അടിച്ചു വിട്ടതുപോലെ അവരിങ്ങനെ നടക്കുകയാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥയില് ഇന്നത്തെ യുവതലമുറ അഴിച്ചു വിട്ടിരിക്കുകയാ. പെങ്ങളെ, ആൺകുട്ടികൾ നടക്കുന്നതിലൊരു കാരണം പറയാ. ഈ പെൺമക്കൾ എങ്ങനാ ഇറങ്ങി നടക്കുന്നത്? ഈ പെൺകുട്ടികൾ എന്തിനാ പാതിരാത്രി ഇങ്ങനെ നടക്കുന്നത്? വല്ലാത്ത സങ്കടം തോന്നാറുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അതിലിരിക്കുന്നതിൽ 99% മുസ്ലിമീങ്ങളാ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമ്പോ വെളുപ്പാങ്കാലത്ത് 2:30 3 മണി എങ്ങാണ്ടായി. വിശക്കുന്ന ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടക്കകത്ത് കയറിയപ്പോ കാല് കുത്താൻ സ്ഥലമില്ല. എല്ലാം മുസ്ലിം ഫർദ ഇട്ടത്, ആണും പെണ്ണും മാത്രം ചെറുപ്പക്കാര് 2 മണിക്ക് 3 മണിക്ക് അഴിച്ചു വിട്ടതുപോലെ ഇങ്ങനെ നടക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. രാത്രിയായി കഴിഞ്ഞ മനുഷ്യന്റെ സ്വഭാവം മാറുകയാണ്. കാരണം ഇബ്ലീസ് ഇറങ്ങുന്ന സമയമാണ്. പാപം ചെയ്യാനുള്ള, തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് രാത്രിയിൽ ഉണ്ടാവുകയാണ്. നിങ്ങൾ നായെ കാണാറില്ലേ? ശാന്തമായിട്ടത് കിടക്കും പകല്. രാത്രിയായ ഏത് വണ്ടിയുടെ പുറകിലും അത് കുരച്ചുകൊണ്ട് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ മനുഷ്യന് തെറ്റു ചെയ്യാനുള്ള ഒരു ഗുണം, സ്വഭാവം ഉണ്ടാവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, വൈകുന്നേര സമയമായ നിങ്ങളെ മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാ, വൈകുന്നേരമായ, മഗ്രിബിന്റെ സമയമായ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായ നിങ്ങളെ മക്കളെ പുറത്തു വിടല്ലേ, പെണ്ണുങ്ങളെ പുറത്തിറങ്ങല്ലേ എന്ന് നബി തങ്ങൾ അവിടെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരമാകുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങുകയാണ്. പകല് മുഴുവനും കിടന്നുറങ്ങിയിട്ട് രാത്രിയാകുമ്പോ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവേ, രാത്രി 1 മണിക്ക് 2 മണിക്ക് വീട്ടിൽ കയറി വന്ന് വിളിച്ചുണർത്തുന്നത് ശല്യമായത് കാരണം മാതാവ് താക്കോല് തന്റെ മകന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാ. എപ്പോ വേണമെങ്കിലും ഒന്ന് തുറന്നു കയറിക്കോ. അല്ലാഹുവേ, മക്കളെ അടിച്ചു വിട്ടിരിക്കുന്ന കാലമാ. മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവര് തെറ്റ് ചെയ്യുകയാണ്. മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി അകപ്പെടുകയാണ്. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, പണ്ടുള്ളവര് നേരത്തെ കാലത്തെ 10 മണിയായാൽ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന ഒരു കാലമുണ്ടായിരുന്നു. 10 മണിക്ക് ശേഷം വീടിന്റെ പുറത്തിറങ്ങണമെങ്കിൽ റമദാൻ മാസം വരണമായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വഅദ് വരണമായിരുന്നു. എങ്കിലാണ് പടച്ചവനെ നമ്മളൊക്കെ രാത്രിയിലൊന്ന് പുറത്തിറങ്ങിയിരുന്നത്. എന്നാ പടച്ചവനെ, മംഗലാപുരത്തൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കടോ. പാതിരാത്രിയാകുമ്പോ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. 18ഉം 20ഉം വയസ്സുള്ള ആണാകട്ടെ പെണ്ണാകട്ടെ, പടച്ചവനെ, ടൗണുകളിലൂടെ കറങ്ങി നടക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, യാക്കൂബ് നബി അലൈഹിസ്സലാം
തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞുകൊടുത്ത വലിയ ഒരു ഉപദേശം എന്താ? وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ പല പല വാതിലിലൂടെ വേണം നിങ്ങൾ കൊട്ടാരത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ. യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കടന്നു പോകാതെ മറ്റുള്ള വാതിലുകളിലൂടെ വേണം, എല്ലാവരും വ്യത്യസ്ത വാതിലുകളിലൂടെ വേണം കയറി പോകാൻ എന്ന് യാക്കൂബ് നബി അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞു കൊടുത്തത്? യാക്കൂബ് നബി പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മഹത്തുക്കളെ പഠിപ്പിക്കുകയാ. മഖാഫത്തു ഇസ്ബാത്തിൽ ഐനി, തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് മഹാനായ യാക്കൂബ് നബി അവിടെ നിന്ന് ഭയപ്പെട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം എത്രയാണെന്ന് നമുക്കറിയുമല്ലോ. ഈജിപ്തിലെ രാജകുമാരിയായ പടച്ചവനെ, ഈജിപ്തില് മഹാനായ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, കൊട്ടാരത്തിന്റെ അകത്തുകൂടെ നടന്നു പോകുമ്പോ കയ്യിലിരിക്കുന്ന കത്തികൊണ്ട് അറിയാതെ പെണ്ണുങ്ങൾ അവരുടെ കൈവിരലുകൾ പോലും മുറിച്ചു എന്ന് ചരിത്രം പറയുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ ഒന്ന് ചിന്തിച്ചു നോക്കടോ. യൂസുഫ് നബിയുടെ മക്കളെല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി എല്ലാവരും കൂടെ വാതിലിലൂടെ ഒരേ വാതിലിലൂടെ ഇങ്ങനെ കേറിപ്പോയാ ഏതൊരു മനുഷ്യനും ഒന്ന് നോക്കിപ്പോകുമല്ലോ. അതുകൊണ്ട് യാക്കൂബ് നബി പറയുകയാ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ ഒരു വാതിലിലൂടെ കേറരുത്. പല പല വാതിലുകളിലൂടെ നിങ്ങൾ കേറിപ്പോയാ പടച്ചവനെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടില്ലല്ലോ. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടാതിരിക്കാനാണെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. യൂസുഫ് നബിയുടെ ഗ്ലാമർ നമുക്കറിയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾക്കൊപ്പമുള്ള സൗന്ദര്യം ചിന്തിച്ചു നോക്കിയേ. യൂസുഫ് നബിയുടെ കൂടപ്പിറപ്പുകൾ മുഴുവനും ഒരേ വാതിലിലൂടെ കയറി പോകുമ്പോൾ ഒരേ അച്ചുപോലെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോകും. അപ്പൊ ആ കണ്ണ് തട്ടുന്നതിന് ഭയന്നുകൊണ്ടാണ് മക്കളോട് പറയുന്നത് വേറെ വേറെ വാതിലിലൂടെ കയറിപ്പോകാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണേറെന്ന് പറയുന്നത് സത്യമാ. കണ്ണ് തട്ടുക എന്ന് പറയുന്നത് സത്യമാ. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പുലർത്തേണ്ട ഒരു കാര്യമാണ്. എത്രത്തോളം സൂക്ഷ്മത പുലർത്തണം കണ്ണ് തട്ടുന്നതിനെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലൈനു ഹക്കുൻ, കണ്ണീർ സത്യമാ. നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, കണ്ണീർ എന്ന് പറയുന്നത് സത്യമാണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബാത്റൂമിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ണാടി ഒന്ന് കണ്ടു. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നീ തന്നെ പറയാൻ പാടില്ല, പടച്ചവൻ ഇത്തിരി വെളുത്തിട്ടുണ്ടോ, ഇത്തിരി സൗന്ദര്യമുണ്ടോ, നീ തന്നെ പറയാൻ പാടില്ല. നിന്റെ മുഖം ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് നീ തന്നെ നിന്നെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, കണ്ണെന്ന് പറയുന്നത് അൽ-ഉയൂനു സലാസ്, 3 രീതിയിലാണ് കണ്ണുകളുള്ളത്. 3 രീതിയിലാണ് കണ്ണ്. ഒന്നാമത്തെ കണ്ണ് അൽ-ഐനുൽ ഹാസിദ, അസൂയയുടെ കണ്ണ്. ഒന്നാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ അസൂയയുടെ കണ്ണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു നിഅമത്ത്. ഇപ്പം ഹമീദ് സാഹിബിനെ പോലെ ആകണമെന്ന് അള്ളാഹുവെ അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിറാജ് ഉസ്താദിന് വഅദ് പറയാനുള്ള കഴിവുണ്ട്, അബറാരിക്ക് വഅദ് പറയാനുള്ള കഴിവുണ്ട്. അള്ളാഹു എനിക്കും അതുപോലെയുള്ള കഴിവ് തരണേ എന്ന് പറയുന്നത് അസൂയല്ല. പക്ഷെ ഈ ഹസദ് എന്ന് പറയുന്നത് അള്ളാഹ് അവന് കൊടുത്ത നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക.
അവനൊന്ന് എത്തീങ്കാനയിലായാൽ മതി പടച്ചവന്, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ഒന്നാമത്തെ കണ്ണ് അസൂയയുടെ കണ്ണ്. അള്ളാഹു ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഖുർആൻ പറയുക. ആ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയത്തേതാ? ഒന്നോത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ ആയത്താ പഠിച്ചവൻ എങ്ങനെ? അപ്പൊ ഒന്നാമത്തെ കണ്ണ് അസൂയയുടെ കണ്ണ. രണ്ടാമത്തെ കണ്ണ് രണ്ടാമത്തെ കണ്ണെന്ന് പറയുന്നത് ഐനുൻ മുഅ്ജിബ, അത്ഭുതം, അത്ഭുതത്തിന്റെ കണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്ഭുതത്തിന്റെ കണ്ണ്. എന്താ പടച്ചോനെ, എന്താ അപ്പൊ എന്തൊരു വീടാ അല്ലാഹ്. ചിലര് പറയാറില്ലേ, എന്തൊരു ഗ്ലാമറാ അല്ലാഹുവിന്. ഇങ്ങനെ വല്ലാത്ത ഒരു അത്ഭുതത്തോടു കൂടി പറയുക, അതും നല്ലതല്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ജുഹുഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ നബിതങ്ങളും സ്വഹാബത്തും യാത്രയുടെ ക്ഷീണം കാരണം അവരൊന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ജുഹുഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഇവരൊന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സഹൽ റളിയല്ലാഹു തആല, ചെറുപ്പക്കാരനായ സഹാബിയാണ് സഹൽ റളിയല്ലാഹു തആല. ഈ സഹൽ റളിയല്ലാഹു തആല കുളിക്കുന്നതിന് വേണ്ടി തന്റെ കമീസ് ഊരി. മഹാനായ സഹൽ റളിയല്ലാഹു തആല നല്ല ഗ്ലാമറുള്ള സഹാബിയ. ഈ സ്വഹാബി തന്റെ വസ്ത്രം ഊരി. ഈ വസ്ത്രം ഇങ്ങനെ ഊരുന്നത് മഹാനായ ആമിർ റളിയല്ലാഹു തആല കണ്ടു. ആ വസ്ത്രം ഇങ്ങനെ ഊരുന്നത് മഹാനായ ആമിർ തങ്ങൾ കണ്ടപ്പോ, ആ ബോഡിയും ആ നിറവൊക്കെ കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല പറയുകയാ, വല്ലാഹി മാ റഅയ്തു, അല്ലാഹുവേ, ഇതുപോലെ ഒരു ശരീരം അല്ലാഹ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. മഹാനായ ആമിർ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, വല്ലാഹി സത്യം, ഇതുപോലെ ഒരു ശരീരം ഞാൻ ഇന്നേ വരെ പടച്ച റബ്ബിനാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. എന്താ ശരീരം പടച്ചവനെ. മഹാനായ ആമിർ തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം മഹാനായ സഹൽ റളിയല്ലാഹു തആല ബോധം കെട്ട് താഴെ വീണു. അള്ളാഹു നമുക്ക് ഈ മാന്തരമാറാകട്ടെ. ആ സ്വഹാബി നിന്ന നിപ്പിന് താഴെ വീണു. സഹാബത്തിന് സങ്കടമായി. എല്ലാവരും കൂടെ ഓടിച്ചെന്ന് സഹൽ റളിയല്ലാഹു തആല താങ്ങി എടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തു പറ്റി സഹാബ? നബിയെ, ഇങ്ങനെ വസ്ത്രം ഊരി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെ വീണു നബിയെ, എന്തു പറ്റിയെന്നറിയില്ല. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ സമയത്ത് സഹാബികൾ പറഞ്ഞു, നബിയെ, ആമിർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയെ. ആമിർ തങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിതങ്ങളുടെ മുഖം ചുമന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അലാമാ യഖ്തുലു അഹദുകും മഖാ, നിന്റെ കൂടപ്പുറപ്പിനെ നീ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരൊറ്റ ചോദ്യം, നീ എന്താ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണ്, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ച മക്കളുടെ ഫോട്ടോ പോസ്റ്റിന്റെ മുകളിൽ ഫ്ലെക്സ് അടിച്ച് വെക്കുന്ന ഉമ്മ, നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാപ്പാ, നീ ഭയപ്പെടണേ. ഒന്നതാ അസൂയയുടെ കണ്ണാണ്. രണ്ടാമത്തെ കണ്ണ് റബ്ബേ, അത് അത്ഭുതത്തിന്റെ കണ്ണാ. മൂന്നാമത്തെ കണ്ണേതെന്നറിയുമോ? നബിതങ്ങൾ പറയുകയാണ്, ഐനുന ഖാതിലു, കൊന്നുകളയുന്ന കണ്ണാട്. പറയുന്നത് അറം പറ്റുമടോ? അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് അറം പറ്റുമടോ? ബൈക്കിൽ പാഞ്ഞു പോകുന്നവനെ കാണുമ്പോ ചിലർ
ചോദിക്കാറുണ്ട്, ചാകാൻ പോകുകയാണോ? സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, അതാ പലതും നമ്മൾ കാണുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കണ്ണീരെന്ന് പറയുന്നത് സത്യമാ. അത് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും സഹോദരാ, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ പിതാവ് തന്റെ മക്കളോട് പറയുന്നു, മക്കളൊക്കെ ഗ്ലാമറുള്ളവരാണ്, കണ്ടാൽ ഏത് മനുഷ്യനും നോക്കിപ്പോകുന്ന മക്കളാണ്. അതുകൊണ്ടാണ് പടച്ചവര് മക്കളോട് പറഞ്ഞത്, നിങ്ങൾ ഒരു വാതിലിലൂടെ കയറി പോകാൻ പാടില്ല. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്റെ മോളെ കാണാൻ ഇത്തിരി സുന്ദരിയാണ്, പുറത്തു വിടാതിരിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ടല്ലോ, ആ മക്കളെ വീടിന്റെ പുറത്തു വിട്ടാ അവിടെ ഒരു ദുആ ചെയ്തിട്ടാ തന്റെ പൊന്നാര മക്കളെ പുറത്തു വിടുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഉണ്ടോ, പെങ്ങളെ മക്കളെ പുറത്തു വിടുമ്പോൾ, മക്കളെ സ്കൂളിൽ വിടുമ്പോ, മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോ, അല്ലാഹുവേ ആ മക്കളെ മന്ത്രിക്കാൻ ഒരു ദുആ നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള്, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് പടച്ചവനെ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്ത ദുആയാ. ഈ ദുആ നബി തങ്ങളെ പഠിപ്പിച്ചതല്ല, ഈ ദുആ നബി തങ്ങളെ പഠിപ്പിച്ചതല്ല. അല്ലാഹുവേ മഹാനായ പ്രവാചകന്മാർ യാക്കൂബ് നബി അലൈഹിസ്സലാം പടച്ചവരെ മുൻഗാമികളായ പ്രവാചകന്മാര് അവിടുന്ന് തന്റെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്ത ദുആയാണെന്ന ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ മക്കളെ പുറത്തു വിടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചു തന്ന ദുആയുണ്ടല്ലോ. ഏത് ദുആയാണ്? മക്കളുടെ തലയിലൊന്ന് ഓതി ഊതു പെങ്ങള്, എന്റെ പൊന്നാര മകന്റെ തലയിലൊന്ന് ഓതി ഊതു വാപ്പാ. ഏത് ദുആ എന്നറിയുമോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ. അല്ലാഹുവേ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ വമിൻ കുല്ലി ശൈ വമിൻ കുല്ലി ഐനിൻ ലാമാ. ഈ ദുആയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന മക്കളുടെ തലയിൽ ഇങ്ങനെ ഊതി മന്ത്രിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവര്, അത്ഭുതപ്പെടുത്തുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആയതാ. അത്ഭുതപ്പെടുത്തുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആയതാ. മൂന്നാമത്തെ കണ്ണ് കൊലപാതകമാടോ, കൊന്നുകളയുന്ന കണ്ണാടോ. അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, എല്ലാവിധ ശർറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. കണ്ണീരെന്ന് പറയുന്നത് നിസാരമല്ലടോ, അത് സിഗറിനെക്കാളും വലിയ കാര്യമാണടോ. അത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിനെ കുറിച്ചറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ മക്കളെ നല്ല നിലയിൽ വളർത്തു, മക്കളെ ദീന് പറയുന്ന രീതിയിൽ വളർത്തു. നാലാമത്തെ കാര്യം അതായിരുന്നു. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം അല്ലാഹുവിനെ കുറിച്ചാ. അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തതോ, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാ. അല്ലാഹുവിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുകയാ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പൊന്നാര മക്കൾ വന്നിട്ട് പറഞ്ഞു, വാപ്പാ യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകന് ചെന്നായ പിടിച്ചു കൊണ്ടുപോയി പായി വാപ്പാ. യൂസുഫിനെ കൊന്നുകളഞ്ഞ മക്കള് വാപ്പാന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. റബ്ബേ, യാക്കൂബ് നബി വിശ്വസിച്ചില്ലടോ, തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടിട്ടില്ല, അവൻ തിരിച്ചു വരുമെന്നറിയാ. അവൻ
ആരെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്നറിയാ. യാക്കൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം കാത്തിരുന്നടോ. കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയടോ. പക്ഷേ അല്ലാഹു കൈവിടില്ലെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നപ്പോ അവിടെ അല്ലാഹു തന്റെ പൊന്നാര മകനെ തിരിച്ചു കൊടുത്തെന്ന ചരിത്രം പറയുമ്പോ വാപ്പമാരോട് പറയുകയാണ്, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള് തള്ളിക്കളയുന്നവരുണ്ടോ, ഒരിക്കലും ഇവൻ നന്നാകില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ. മോശമായ ജീവിതം നയിക്കുന്ന മക്കളെ ശപിക്കലല്ല, പ്രാകലല്ല. നല്ലത് പറവാപ്പാ, നല്ലത് പറവുമ്മ. നിന്റെ സ്വന്തം മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ അവന് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞവനെ അവനെ ഉപേക്ഷിക്കരുത്. അവന് വേണ്ടി ദുആ ചെയ്യൂ, അവന് വേണ്ടി ദുആ ചെയ്യൂ. നിന്റെ നാവ് കൊണ്ട് ദുആ ചെയ്യൂ. നിന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവേ അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ പൊന്നുമകനെ എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല. എന്തെല്ലാം നോക്കി, ഏതെല്ലാം വഴികൾ നോക്കി. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അലി എന്ന് പറയുന്ന പൊന്നാര മകൻ നന്നാകാതെ വന്നപ്പോ ശപിച്ചില്ല, കൈയൊഴിഞ്ഞില്ല. തങ്ങളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ്, ഇവനെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന തമ്പുരാനെ, ഇവനെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്ന തമ്പുരാന്. അല്ലാഹുവേ, നിന്നെ ഞാൻ ഇവനെ ഏൽപ്പിക്കുകയാണ്. ഇനി ഇവനെ നന്നാക്കാൻ തവക്കൽതു അലല്ലാഹ്, ഇവനെ നന്നാക്കാൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാഹ്. ഇവനെ നന്നാക്കി തരണേ അല്ലാഹ്. അത് തങ്ങൾ അല്ലാഹനെ ഏൽപ്പിച്ചടോ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തന്റെ മകന് ഖുർആൻ ഓതുന്നതൊരു ലഹരിയായി, ഖുർആൻ കേൾക്കുന്നതൊരു ലഹരിയായി. ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുകയാണ്. ഖുർആനുമായി ബന്ധപ്പെടുകയാണ്, ഇൽമുമായി ബന്ധപ്പെടുകയാണ്, നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുകയാണ്. അവസാനം പടച്ചവനെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുകയാണ്. 24 മണിക്കൂറും ഖുർആനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അവസാനം സുബ്ഹാനല്ലാഹ്, അലി എന്ന് പറയുന്ന മകൻ ലോകത്തോട് വിട പറഞ്ഞത് ഖുർആൻ ഓതിയിട്ടാ വാപ്പാ. അലി നന്നായത്. ഫുളൈൽ എന്ന് പറയുന്ന വാപ്പ അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, റബ്ബേ, ഇവനെ നിന്നെ ഏൽപ്പിക്കുകയാണ് തമ്പുരാന്. ഇവനെ നന്നാക്കണം തമ്പുരാന്, ഇവനെ നന്നാക്കണം തമ്പുരാന്. അതുകൊണ്ട് ഉപ്പമാരെ, മക്കള് നന്നാകാൻ ദുആ ചെയ്യ്. നല്ലവരുടെ കൂടെ നടക്ക്, നല്ലവരുടെ കൂടെ നടക്ക്, നല്ല കൂട്ടുകാരുടെ കൂടെ നടക്ക്. പടച്ചവനെ, മുതഅല്ലിമീങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കൂ. പള്ളിയിലെ ഉസ്താദന്മാരുമായിട്ടൊരു ബന്ധമുണ്ടാക്കൂ. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരുമായിട്ടൊരു ബന്ധമുണ്ടാക്കൂ. നന്മ പഠിപ്പിച്ചു കൊടുക്കൂ, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ, നല്ല കാര്യങ്ങളുടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കൂ. അൽഹംദുലില്ലാഹ്, അവനെ നല്ല ഒരു മനുഷ്യനാക്കാൻ പഠിപ്പിക്കണോ. പെങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹുവിനെ പരമേൽപ്പിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പറയണം പെങ്ങളെ, പഠിക്കണം പെങ്ങളെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമർ തങ്ങളതാ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു പിതാവിനെയും മകനെയും കാണുകയാണ്. കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണ്. രണ്ടുപേരെയും വരച്ചു വെച്ചതുപോലെ ഇരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് കണ്ടപ്പോ അത്ഭുതമായി. അവിടെ നിന്ന് ചോദിച്ചു, വാപ്പയും മകനും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ.
ആ സമയത്ത് പറഞ്ഞ ഉമർ തങ്ങള്, ഈ മകൻ ആരാണെന്നറിയോ, ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പിതാവ് പറയുകയാ, ഇവനെ അല്ലാഹ് തന്നതാതങ്ങള്, ഇവനെ അല്ലാഹ് തന്നതാതങ്ങള്. എങ്ങനെയാണ് ഈ പൊന്നുമോനെ എനിക്ക് ലഭിച്ചതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവര്, ആ മനുഷ്യനൊരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, തന്റെ ഭാര്യ ഗർഭിണിയാണ്. അല്ലാഹുവേ, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ സഹോദരനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ, ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവക്കുകയാണ്. തന്റെ ഗർഭിണിയായ മകളുടെ വയറിന്റെ, തന്റെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാ, എന്റെ അതാ ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ, നോക്കിക്കൊള്ളണേ അല്ലാ. ആ പിതാവ് തന്റെ ഭാര്യയുടെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ആ കുഞ്ഞിന്റെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഈ കുഞ്ഞിനെ നോക്കണേ തമ്പുരാന്, നിന്നെ ഏൽപ്പിക്കുന്ന തമ്പുരാന്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് യാത്രയാവുകയാ. ആ പിതാവ് പറയുന്ന, ഉമർ തങ്ങള്, ഞാൻ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ എന്റെ ഭാര്യ മരിച്ചു തങ്ങള്. ആ മനുഷ്യന്റെ ഭാര്യ അവിടെ നിന്ന് മരണപ്പെട്ടു പോയി, പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. ജനങ്ങളല്ലാ കൊണ്ടുപോയി ജനാസ കബറടക്കുകയാണ്. കബറടക്കി കഴിഞ്ഞപ്പോ കബറ് പിളരുകയാ, കബറ് രണ്ടായി പിളരുകയാ. ഒരു വെളിച്ചം കാണുകയാ, പള്ളിപ്പറമ്പിൽ ഒരു വെളിച്ചം കാണുകയാ, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. പടച്ചവരെ, എല്ലാവരും ഓടിച്ചെല്ലുമ്പോ ആ പെണ്ണിന്റെ കബറിനകത്തൊരു കുഞ്ഞു കിടന്ന് കരയുകയാ. എല്ലാരും ചെന്ന് നോക്കുമ്പോ ആ കബറിനകത്തൊരു കുഞ്ഞു കിടന്ന് കരയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ആ കുഞ്ഞിനെ എടുത്തു കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുന്നത്, കുഞ്ഞിനെ മാത്രം നീ ഏൽപ്പിച്ചു, നിന്റെ ഭാര്യയെ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതും നിനക്ക് കിട്ടുമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ആ മനുഷ്യൻ കുഞ്ഞിനെ ഏൽപ്പിച്ചുള്ളൂ, ഭാര്യയെ ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. അള്ളാഹ് ആരാണെന്ന്, പടച്ച റബ്ബ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമയും ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, എല്ലാവരും നല്ലവരുമായി ബന്ധപ്പെടുക, നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുക, ആലിമീങ്ങളെ ബഹുമാനിക്ക്, ആലിമീങ്ങളെ സ്നേഹിക്ക്, എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ ഏതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ആലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. അതാരുമാകട്ടെ, ഏത് സംഘടനയുമാകട്ടെ. അൽഹംദുലില്ലാ, എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം എല്ലാവരുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്താൻ പഠിക്കുകയും ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് മുതല്ലിമീങ്ങളെ കണ്ടു, ഉസ്താദന്മാരെ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്ക്, എല്ലാവരെയും ആദരിക്കാൻ പഠിക്ക്. ചുമ്മാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്തൊക്കെ കാണുമ്പോൾ കയറിയിട്ട് തങ്ങന്മാരെയൊക്കെ കുറ്റം പറയുന്നവരുണ്ട്, ആലിമീങ്ങളെ കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരിക്കലും. നമ്മൾ ഒരിക്കലും ആലിമീങ്ങളെ കുറ്റപ്പെടുത്തുക എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി, അവനവൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം, എല്ലാവരെയും ആദരിക്കാൻ പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരല്ലേ? ഒരു ഐക്യം, ഒരു സൗഹാർദ്ദം, ഇതൊക്കെ നിൽക്കേണ്ട ഒരു കാലമല്ലേ? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അൽഹംദുലില്ലാ, അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, സമസ്തയുടെ 100ാമത് വാർഷികം നമുക്കറിയാം. സമസ്തയുടെ 100ാമത് വാർഷികത്തിന് വേണ്ടി കാസർഗോഡ് അൽഹംദുലില്ലാ ഒരുങ്ങിക്കഴിഞ്ഞ് ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ 100ാമത്
100ാമത് വാർഷികം നടക്കുകയാ. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിലൊക്കെ പങ്കെടുക്കുവാനും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള ദുആകളൊക്കെ അൽഹംദുലില്ലാഹ് നടത്തുകയും നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സുന്നത്തിൻ്റെ അഹ്ലുകാരാണ്, നമ്മളൊക്കെ സുന്നികളാണ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഒരു അവസരമായി കാണുക. ലക്ഷക്കണക്കിന് സയ്യിദന്മാർ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ആ ഒരു മജ്ലിസ് അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് വന്നപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട റസാഖ് ഉസ്താദൊക്കെ എന്നെ വിളിച്ചു കൊണ്ടുപോയി. റഹ്മാനായ റബ്ബേ, എന്താ റബ്ബേ ഒരുക്കം. കർണാടകയിലും പുത്തൂരുമുള്ള SKSSFിൻ്റെ പ്രവർത്തകരൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ആ മക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉസ്താദെ, ആ 8-ാം തീയതി അവസാനം പരിപാടി അവസാനിക്കുമ്പോൾ സയ്യിദുൽ ഉമ്മ അല്ലാഹുവേ മഹാനായ ജിഫ്രി തങ്ങളുടെ ഒരു ദുആ ഉണ്ടല്ലോ, അതിനകത്തൊരു ആമീൻ കിട്ടിയ രക്ഷപ്പെടുമല്ലോ സഹോദര. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അൽഹംദുലില്ലാഹ് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കാണും, അവിടെ ഇവിടെയൊക്കെ എല്ലാവർക്കും അധികാരമോഹമാണോ, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണം, അതിനു വേണ്ടി കിടന്ന് ഒരുപാട് പേര് എന്തെല്ലാം കാണിക്കുന്നു, എന്തൊക്കെ പറയുന്നു. ഒരിക്കലും അധികാരമോഹം, അധികാരം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അധികാരം എന്ന് പറയുന്നത് അങ്ങനെ മോഹിക്കേണ്ട കാര്യമല്ല. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്, സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. എൻ്റെ അടുത്തോട്ട് വരാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളുടെ മുമ്പോട്ട് കയറി വരാൻ വല്ല വഴിയുണ്ടോ? എല്ലാവരും ഒന്ന് കയറി വന്നോട്ടെ, ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒന്ന് കയറി പാടോ, എല്ലാവരും ഒന്ന് കയറി വന്ന് ദുആ ചെയ്യട്ടെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും കയറി വന്ന് ദുആ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്. ആകാക്കന്മാരെ വാ, കൂടെ കൂടിക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പുറത്തേക്കണവരെല്ലാവരും ഒന്ന് കയറിക്കോ, ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാം ഒരാൾ പോലും ഇല്ലാതെ എല്ലാ സംഘാടകരും ഉൾപ്പെടെ എല്ലാവരും അകത്തോട്ട് കയറിക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന് കയറി വാ മനുഷ്യന്മാരെ. നിങ്ങൾ എന്താ പോ, എനിക്ക് കൊറോണ ഒന്നും ഇല്ലടോ, ഞാൻ ഇത്രയും നേരം ഒന്നും ഇല്ലെങ്കിൽ ഞാനൊരു സുന്നിയല്ലേ. വാ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കയറിയോ? അൽഹംദുലില്ലാഹ്. എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ട്. നിങ്ങളെന്താ ഇരിക്കുക ചങ്ങായിമാരെ? നിങ്ങളൊക്കെ മുതലാളിമാരൊക്കെ ഇന്ന് ഈ ചങ്ങായിയെ പോലെ ഹമീദക്കായ പോലെ അല്ലാഹുവേ ആക്സിഡന്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ പടച്ചവനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എത്ര പെട്ടെന്ന് പറയും ഇങ്ങനെയും പടച്ചവനെ. ഇവിടെ നിന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു എപ്പോൾ നോക്കിയാലും അങ്ങോട്ട് ഓടി വരും, ഡേറ്റ് ഇതുപോലെ ഫോൺ വിളിച്ചൊരു ചങ്ങാതി. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അലിമീങ്ങളുമായിട്ടൊക്കെ ഉള്ള ബന്ധം കൊണ്ടായിരിക്കാം അൽഹംദുലില്ലാഹ് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളെന്താ വരുന്നില്ലേ? ദുആ ചെയ്യാൻ പോവാ. പുറത്തേക്കാണ് ചങ്ങായിമാരെല്ലാവരും വാ. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. വാകാക്കന്മാരെ ദുആ ചെയ്തൂടെ? ഇവിടെ 40 പേരിൽ കൂടുതലുണ്ട്. ഒരാളുടെ ആമീ മതി രക്ഷപ്പെടാൻ. ഇത്രയും നേരം സിറാജ് വഅ്ള് പറയുന്നു, കയറി വരാൻ പറഞ്ഞോ? ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരെയും ബഹുമാനിക്കണം, ആദരിക്കണം. ചുമ്മാതെ വായി തോന്നുന്നൊക്കെ പറഞ്ഞാലേ സയ്യിദന്മാരാകട്ടെ ആലിമീങ്ങളാകട്ടെ ആരുമാകട്ടെ അവിടെ ഇവിടെയും കയറിയിട്ട് ചുമ്മാതെ എന്തെങ്കിലും പറയരുത്. പറഞ്ഞു പോയാ ആ നാവ് പൊങ്ങൂല ഷഹാദത്ത് കലിമ പറയാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, ഒറ്റക്കെട്ട്. എനിക്ക് അത്ഭുതം തോന്നി. 400 വർഷം പഴക്കമുള്ള പള്ളിയാണ് നിങ്ങളുടെ പള്ളി. കണ്ടപ്പോൾ അള്ളാഹുവെ ഒന്ന് സുജൂദ് ചെയ്യാൻ തോന്നിയിടോ. ഇത്രയും വർഷം പഴക്കമുള്ള അള്ളാഹിന് സുജൂദ് ചെയ്യുന്നൊരു പള്ളി. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, അതിനുവേണ്ടി ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എത്ര 400 വർഷമല്ലേ?
400 വർഷം അൽഹംദുലില്ലാ മനോഹരമായി ഒരു മക്കാമൊക്കെ ഒന്ന് നേരെയാക്കണം കേട്ടോ. നിങ്ങൾ പ്രസിഡന്റാ? അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആരാ? അമീദാജി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ആ മക്കാമൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കിടക്കുന്ന ഇതൊരു സന്തോഷം എന്ന് പറയാം. മക്കാമി കയറിയപ്പോൾ മനസ്സിന് വല്ല രണ്ടും ഹമീദ അല്ലേ? രണ്ടുപേരും ഹമീദ. മാഷാ അല്ലാഹ്. ഇവിടെ ദുആ ചെയ്ത ആരായിരുന്നു? ദുആ ചെയ്ത ആള് അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അള്ളാഹുവിൻ്റെ ഔലിയായിനെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പടച്ചോനെ മുത്തുപേട്ടയിലെ ഉപ്പയെയും അതുപോലെ തന്നെ നാവൂര് കിടക്കണോ ഷൗലമീദിന് എല്ലാ ഉപ്പമാരെയൊക്കെ ഇങ്ങനെ വിളിച്ച് ദുആ ചെയ്യുന്ന കേട്ടു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. നിങ്ങളുടെ നാട്ടിലും ഒരു മഖാമുണ്ട്, നല്ല മനോഹരമാക്കണം. ആ പള്ളിയുടെ മുമ്പിൽ അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്താലിമീങ്ങളുണ്ട്, ഒരുപാട് മക്കളൊക്കെ ഉണ്ടോ? അൽഹംദുലില്ലാ. കിതാബ് പഠിക്കുന്ന കുട്ടികൾ, കിതാബ് പഠിക്കാൻ ഹാഫിളീങ്ങളൊന്നും ഇല്ല. ഇത്രയും വലിയ 400 വർഷം കാശുകാരാ മൊത്തം അല്ലേ? കാശുകാരല്ലേ മൊത്തം? നിങ്ങളെന്ത് ഇങ്ങനെ ഇരിക്കണേ? മൊത്തം കാശുകാരാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആർക്കും തരണ്ട, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ വിചാരിക്കേണ്ടതറിയോ? എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, കുറച്ച് മുത്തഅല്ലിമീങ്ങളെ നിർത്തിയിട്ട് ഇപ്പോൾ അവിടെ അൽഹംദുലില്ലാ 10, 30, 35 വിദ്യാർത്ഥികൾ കിതാബ് പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കൾക്ക് നാഫിയ ഇൽമ നൽകുമാറാകട്ടെ. അതുമാത്രം പോരടോ, നിങ്ങളുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ നിസ്കരിക്കാൻ ഒരു ഹാഫിളും കൂടെ വേണ്ടേ? അതല്ലേ ഒരു മഹല്ലെന്ന് പറയുന്നത്. ഞാൻ ആ മക്കളെ വില കുറച്ച് കണ്ടതൊന്നുമല്ല, പക്ഷെ ഖുർആൻ പഠിക്കുന്ന മക്കളും കൂടെ വേണം, ഹാഫിളീങ്ങളും കൂടെ വേണം. ഒരു 10 മക്കളെ നിങ്ങൾ ഹാഫിളാക്കാൻ നാട്ടുകാർ മതി, വേറൊന്നും വേണ്ട. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു 10 മക്കളെ കൂടെ നിർത്തിയിട്ട് ഒരു ഹാഫിൾ ഉസ്താദിനെ കൂടെ നിർത്തിയാൽ അൽഹംദുലില്ലാ. കേട്ടോ, നിങ്ങളുടെയൊക്കെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ നിസ്കരിക്കാൻ ഒരു ഹാഫിളില്ലേ സഹോദര? ഒരു 10 മക്കൾ ഈ മുത്തഅല്ലിങ്ങളുടെ കൂടെ ഖുർആൻ പഠിക്കുന്ന ഒരു 10 മക്കൾ നിസ്കരിക്കാനുണ്ടെങ്കിൽ അതിനേക്കാളും വലുതെന്തടോ? ഇവിടെ എടാന്ന് വിളിക്കാൻ പാടുണ്ടോ? ആരെ നമ്മളെ മക്കളെ എടാന്ന് വിളിക്കൂലേ? ഹാഫിള് പഠിക്കുന്ന ഒരു മകൻ, ഹാഫിളായ മകനെ എടാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളിനെ എന്ത് വിളിക്കാൻ പാടില്ല? നിങ്ങൾ എന്തോ ഇങ്ങനെ നിൽക്കണ? പറ. എടാ വാടാ പോടാന്ന് വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. തൊടണമെങ്കിൽ ഒതുവെടുക്കണം. എന്ത് ചെയ്യണം? തൊടണമെങ്കിൽ ഒതുവെടുക്കണം. അതാ ഹാഫിള്. അതാണോ ഹാഫിള്? അങ്ങനെയുള്ള ഒരു 10 മക്കള് ഈ നാട്ടുകാരായ നിങ്ങളുടെ മയ്യത്ത് കൊണ്ട് പള്ളി വെക്കുമ്പോൾ അള്ളാഹുവേ, ആ മയ്യത്ത് നിസ്കാരത്തിൽ നിന്നിട്ട് പടച്ചവനെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അതിനെക്കാളും വേറെ എന്ത് കിട്ടൂടോ? അതിനെക്കുറിച്ചുകൂടെ നിങ്ങൾ ആലോചിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ പ്രസിഡന്റ് ഇരിപ്പുണ്ട്, വൈസ് പ്രസിഡന്റ് ഇരിപ്പുണ്ട്, ഖത്തീബ് ഉസ്താദ് ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. എല്ലാ ഉസ്താദന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ എങ്ങനാടോ? നബിതങ്ങള് ഹാഫിളല്ലേ? ഹാഫിളാണോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹാഫിള. കാരണം എന്തേ? ജിബ്രീൽ അലൈഹിസ്സലാം റമളാൻ മാസത്തിൽ വന്നിട്ട് ദൗറ കേൾക്കുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം റമളാൻ മാസത്തിൽ വന്നിട്ട് ഉസ്താദ ജിബ്രീൽ ഓതി നബിയെ ഖുർആൻ മുഴുവൻ ഓതി കേൾപ്പിക്കും.